വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. 2023 ഏപ്രിൽ ലക്കം ഗുരുസാഗരം മാസികയിലെ സച്ചിന്ത എന്ന പങ്ക്തിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത്. ആചാര്യനോടുള്ള വായനക്കാരുടെ ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് ഇവിടെ വിഷയമാകുന്നത്. ഭക്തിയും ഭുക്തിയും തമ്മിൽ. ചോദ്യം എന്താണെന്ന് നോക്കാം. ആരാധനാലയങ്ങൾ, ആശ്രമങ്ങൾ എന്നിവ അടിക്കടി പെരുകി വരുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലുമൊക്കെ മൃഗീയ വാസന കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് ആചാര്യൻ നൽകുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. അതൊരു അക്ഷരപ്പിശവ് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഭുക്തി എന്ന് എഴുതിയിട്ട് ഭക്തി എന്ന് വായിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭുജിക്കുക എന്ന ആവശ്യം മാത്രമാണ് മനുഷ്യനുള്ളത്. അത് എന്തിൻ്റെ പേരിലായാലും കിട്ടണം. ഭക്തി, സൗഹൃദം, സ്നേഹം, ബഹുമാനം, ആതിഥ്യം, മര്യാദ എന്നീ സാമൂഹിക ബന്ധം വരുന്ന ഇടങ്ങളിലെല്ലാം ഭോജ്യ വിഷയങ്ങൾക്ക് പ്രാധാന്യം ഏറെയാണ്. ഭുജിക്കാൻ കിട്ടാത്ത ഈ വക ഏർപ്പാടുകളൊന്നും വിജയിക്കില്ല. ആരാധനയിലും ഭോജനം തന്നെ പ്രധാനം. പ്രസാദം, പായസം, പഴം, ലഡു, പഞ്ചസാര, വെണ്ണ, തേങ്ങ, മാങ്ങ, സ്വർണം എന്നിവ കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന വാണിജ്യശാലകളാണ് ആരാധനാലയങ്ങൾ. 1 കോടി രൂപയുടെ ഒരു കാര്യസാധ്യത്തിനായി ഭഗവാന് 1 രൂപ നേർച്ചയിടുന്നവന്റെ ലോകമാണ് ഇന്നത്തെ ഭക്തിയുടെ ലോകം. നിങ്ങൾക്ക് 1 കോടി കിട്ടിയാൽ 10% ഭഗവാന് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് കണക്കു പറഞ്ഞു വാങ്ങുന്ന പൗരോഹിത്യമാണ് ഭഗവാനും ഭക്തനും ഇടയ്ക്കുള്ള ഇടനിലക്കാരൻ. എന്തിനാണ് ഭക്തി എന്ന് ആർക്കും അറിയില്ല. അത് ഇവിടുത്തെ ഒരു മതത്തിനും വിഷയവുമല്ല. സംഘടിതമായി സമ്പത്തുണ്ടാക്കുക, മാന്യമായി വീതം വയ്ക്കുക, അതിന് വിശ്വാസം വിൽക്കേണ്ടി വന്നാൽ അങ്ങനെയും ആവാം. നിങ്ങൾ നന്നായി ജ്ഞാനപ്പാന പാരായണം ചെയ്യും എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്നാൽ അങ്ങോട്ട് മാറിയിരിക്കെ പിന്നെ വിളിക്കാം എന്ന് പറയും നടത്തിപ്പുകാർ. നിങ്ങൾ 5 ലക്ഷം രൂപ സംഭാവന തരാൻ വന്നതാണെന്ന് പറഞ്ഞാൽ പൊന്നാടയിട്ട് സ്വീകരിച്ച് ശ്രീകോവിലിന്റെ അടുത്ത് കൊണ്ടുപോയി തൊഴുവിക്കും. ആശ്രമങ്ങളിലും അങ്ങനെ തന്നെ. ജ്ഞാനിക്ക് പുല്ലുവില, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ നല്ല ഭക്തൻ. ഈ ഫോർമുല വർക്ക് ചെയ്യുന്ന ലോകത്ത് ആരാധനാലയങ്ങളും ആശ്രമങ്ങളും അതിനോട് ചേർന്ന് നിന്ന് ചീർക്കാൻ നോക്കുന്നു. അതാണ് മനുഷ്യൻ നന്നാവാത്തതിന്റെ പ്രധാന കാരണം. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന 3 സാധനങ്ങളാണ് മനസ്സ്, മമത, അഹങ്കാരം എന്നിവ. ഇവയെ ഇല്ലാതാക്കി മനുഷ്യനെ അവന്റെ തന്നെ ആത്മസത്തയോട് ചേർക്കലാണ് ഭക്തി. ഇതിൽ ആകെ നേട്ടം അഹന്ത വെടിയലും ആഗ്രഹനാശവുമാണ്. അങ്ങനെ മുക്തി സാധ്യമാക്കുക. ഇതാണ് ഭക്തിയുടെ ശരിയായ വഴി. ഈ വഴി ഭക്തശിരോമണികൾക്കും പുരോഹിത ശിരോമണികൾക്കും അറിയാത്ത വഴിയാണ്. അവരാണ് ഭുക്തി എന്നെഴുതി ഭക്തി എന്ന് വായിക്കുന്നത്. ഭുക്തിയും ഭക്തിയും വേർതിരിക്കാൻ വിവേകം വേണം. അത് താനേ ഉദിക്കില്ല. ജ്ഞാനം കൊണ്ടേ ഉദിക്കൂ എന്ന് ഗുരു മൊഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇതോടെ ഇന്നത്തെ സച്ചിന്ത പൂർണ്ണമാവുന്നു. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. ഗുരുസാഗരം മാസിക ഏപ്രിൽ ലക്കം മുതൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സമ്പൂർണ്ണ ജീവചരിതം, ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന തത്വത്തിലുള്ള സമ്പൂർണ്ണ ജീവചരിതം പ്രസിദ്ധീകരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആദ്യം മുതൽ തന്നെ വായിക്കാൻ കോപ്പികൾ ഇന്ന് തന്നെ ഉറപ്പാക്കുക. ഇന്നത്തെ വായന നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.